ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നോ? അല്ല, ഇപ്പൊ സൗന്ദര്യം കൂടിയതാ. എത്ര സൗന്ദര്യം ഉണ്ടായിട്ടെന്താ, വാ തുറന്നാ പോയില്ലേ. ഹലോ, ഇപ്പൊ ഞാൻ പകുതിയെ തുറന്നിട്ടുള്ളൂ. ബാക്കി കൂടെ തുറപ്പിക്കാതെ താൻ പോ. അപ്പോ നീ കള്ളം പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഇത് ഞാൻ വാങ്ങിത്തന്ന സാരിയാണെന്നല്ലേ നീ പറയുന്നത്? അപ്പോ ഞാൻ തന്നെ പറയുന്നു, നിനക്ക് ഈ സാരി വേണ്ട. നേരത്തെ നീ പറയുന്നത് കേട്ടു. പുറമേ ദേഷ്യം കാണിക്കുന്നവരൊക്കെ ഉള്ളില് വെറും പാവങ്ങളാണെന്ന്. എന്നാലേ ഞാൻ അങ്ങനെയല്ല. രമാദേവിക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ, അകത്തും പിന്നെ പുറത്തും. കരയോഗം പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചു. മണിമാലയും കൊണ്ട് ശിവനും കുടുംബവും നാട് വിട്ടു എന്ന് തന്നെയാ എല്ലാവരും വിശ്വസിക്കുന്നത്. മണിമാല തിരിച്ച് ദേവീ സന്നിധിയിൽ വെച്ചാൽ തന്നെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ മരണത്തിന് ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. ആരെന്തു പറഞ്ഞാലും സത്യം എന്റെ ദേവിക്കറിയാം. എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയും ഞാൻ തിരുമേനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യുന്നു? അല്ല, എനിക്ക് ശിവനെ മനസ്സിലാവും. പക്ഷെ നിയമവും കോടതിയും ശിവനെതിരല്ലേ. നിരപരാധിത്വം തെളിയിക്കാൻ നമ്മുടെ പക്കലൊന്നുമില്ലല്ലോ. എല്ലാം ഈശ്വര നിശ്ചയമല്ലേ. മനുഷ്യർ എന്തു പറഞ്ഞാലും ചെയ്താലും അവിടുത്തെ പദ്ധതിയല്ലേ നടക്കൂ. 2 ദിവസം കഴിഞ്ഞ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും 16ാം ചടങ്ങ്. ഇങ്ങനൊരവസ്ഥയിൽ അതെങ്ങനെയാ തിരുമേനി നടത്തുന്നത്? നടത്തണം. ഒരു ആയുസ് മുഴുവൻ ഈ നാടിനു വേണ്ടി ജീവിച്ചതാ അവര് രണ്ടുപേരും. അതുകൊണ്ട് ക്രിയകളൊക്കെ ചെയ്യണം. ചടങ്ങുകളൊക്കെ കല്യാണി മോളെ കൊണ്ട് ചെയ്യിക്കുന്നതാവും തമ്പുരാനും തമ്പുരാട്ടിക്കും ഇഷ്ടം. അല്ലെങ്കിലും അവള് തന്നെയാ ആ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ കർമ്മത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. കല്യാണി മോൾ എവിടെയെന്ന് വെച്ചാ
വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുക. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് കിട്ടാത്ത ആത്മശാന്തി മരണപ്പെട്ട ആ പുണ്യാത്മാക്കൾക്കെങ്കിലും കിട്ടട്ടെ. Hello everyone! Thanking everyone who accepted our invitation and arrived here. Let's proceed to the function. Sri Jayaraman sir, Srimati Remadevi madam, ഇരുവർക്കും 30ാം വിവാഹ വാർഷികം ആശംസിക്കാനായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ആർഡി കമ്പനിയുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Let's welcome Jayaraman sir and Remadevi madam. താനെന്താ ഇവിടെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നെ? വായുള്ളതുകൊണ്ട്. അയ്യേ, താൻ ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നോ? അല്ല, ഇപ്പൊ സൗന്ദര്യം കൂടിയതാ. എത്ര സൗന്ദര്യം ഉണ്ടായിട്ടെന്താ? വാ തുറന്നാ പോയില്ലേ? ഹലോ, ഇപ്പൊ ഞാൻ പകുതിയെ തുറന്നിട്ടുള്ളൂ. ബാക്കി കൂടെ തുറപ്പിക്കാതെ താൻ പോ. സത്യം പറയാലോ, തന്നെ കാണാൻ സാരിയില ഭംഗി. എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാൻ എപ്പോഴും പട്ടുസാരി കൊടുത്ത് തന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എന്താ? ആ, അത് കൊള്ളായിരിക്കും. ശ്ശേ, താൻ എപ്പോഴും സാരി കൊടുത്ത് ഇങ്ങനെ. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുവാ. എന്താ? തനിക്കേ തലയ്ക്ക് എന്തേലും കുഴപ്പമുണ്ടോ? ലേശം ഉണ്ടോന്നൊരു ഡൗട്ട്. ഉണ്ടോ? മറ്റുള്ളവർ കൂടി വോട്ടൊക്കെ ഇറങ്ങിക്കോളും. താൻ അങ്ങോട്ട് മാറിക്കേ. എന്തിനാ? എനിക്കിങ്ങോട്ട് പോവാൻ. ഇഷ്ടം പോലെ വഴിയുണ്ടല്ലോ, പോയിക്കോ.